ഹലോ നമസ്തേ. ഇന്ന് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യം, എനിക്കിപ്പോൾ വേണം വേണ്ട എന്നൊക്കെ പറയാനായിട്ടുള്ള ഹിന്ദി വാക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് വേണം, എനിക്ക് ആവശ്യമുണ്ട്, അങ്ങനെ ഒരു വാക്കിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ ചാഹിയേ. ചാഹിയേ, എനിക്ക് അത് ആവശ്യമുണ്ട്, എനിക്കത് വേണം, അതിനുള്ള ഹിന്ദി വാക്കാണ് ചാഹിയേ. അതിപ്പോൾ മലയാളത്തിൽ നമ്മളത് എങ്ങനെ എഴുതുക? ചാഹിയേ, ഇങ്ങനെയാണല്ലോ അത് മലയാളത്തിലാക്കുമ്പോൾ നമ്മളത് വായിക്കുക, ചാഹിയേ. അപ്പോൾ ഈ ഹിന്ദി വാക്ക് മലയാളത്തിലോട്ട് എഴുതുമ്പോൾ എങ്ങനെയാണോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ചാഹിയേ. അപ്പോൾ വേണം എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കാണ് ചാഹിയേ. അപ്പോൾ വേണ്ട എന്നുള്ളതിന് എന്തായിരിക്കും വാക്ക്? വേണ്ട. വേണ്ട, ആവശ്യമില്ല എന്നുള്ളതിനുള്ളത് നഹീം ചാഹിയേ. നഹീം ചാഹിയേ, എനിക്കത് ആവശ്യമില്ല. നഹീം ചാഹിയേ. അപ്പോൾ അത് മലയാളത്തിലോട്ട് ഈ ഹിന്ദി വാക്ക് മലയാളത്തിൽ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ അത് എഴുതുക? നഹീം ചാഹിയേ, ഇങ്ങനെയാണല്ലോ മലയാളത്തിൽ അത് എഴുതുക. അപ്പോൾ വേണ്ട എന്നുള്ളതിന് നഹീം ചാഹിയേ. നഹീം ചാഹിയേ. അപ്പോൾ ഒരാൾ നമ്മളോട് പറയുകയാണ് ഒരിടത്ത് പോകണ്ട. അപ്പോൾ പോകണ്ട വേണ്ട എന്നുള്ളതിന് ആ സ്ഥലത്തിൽ പോകണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഹിന്ദിയിൽ? നഹീം ജാന ചാഹിയേ. പോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കാണ് നഹീം ജാന ചാഹിയേ. അപ്പം നഹീം എന്നുള്ളതാണ് വേണ്ട എന്നുള്ളതിന് ഒരു ഉള്ള വാക്കാണ് നഹീം ജാന ചാഹിയേ. അപ്പോൾ അത് മലയാളത്തിൽ എങ്ങനെ അത് അങ്ങനെ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? നഹീം ജാന ചാഹിയേ, ഇങ്ങനെയാണല്ലോ മലയാളത്തിൽ എഴുതുക. അപ്പോൾ പോകണ്ട എന്നുള്ളതിന് നഹീം ജാന ചാഹിയേ. അപ്പോൾ വേണം എന്നുള്ളതിന് ചാഹിയേ. ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചാൽ മനസ്സിലാവും. ചാഹിയേ. വേണ്ട എന്നുള്ളതിന് നഹീം ചാഹിയേ. അപ്പോൾ ഒരിടത്ത് പോകണ്ട എന്നുള്ളതിന് നഹീം ജാന ചാഹിയേ. ഇനി അടുത്തൊരു വാക്ക് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടു എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് എന്തായിരിക്കും? ഞാൻ എന്നുള്ളത് മൈനെ. കണ്ടു എന്നുള്ളത് ദേഖ. മേനെ ദേഖ, അതാണ് ഞാൻ കണ്ടു എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക്. അപ്പോൾ ഇത് നമ്മൾ മലയാളത്തിൽ അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക?
मैंने देखा. ഹിന്ദിയിൽ ഇതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത് ഈ മലയാളത്തിൽ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. मैंने देखा, ഖായാണ്. मैंने देखा, ഞാൻ കണ്ടു. അപ്പോൾ അവൻ കണ്ടു എന്നുള്ളത് എങ്ങനെ പറയുക? ഞാൻ കണ്ടു എന്നുള്ളതിന് മേനേന ഞാൻ, ദേഖാന കണ്ടു. അപ്പോൾ അവൻ എന്നുള്ളതിന് ഉസ്നെ ദേഖ, അവൻ എന്നുള്ളതിന് അവൻ കണ്ടു, കണ്ടു. അവൻ എന്നുള്ളതിന് ഉസ്നെ, കണ്ടു എന്നുള്ളത് ദേഖ. ഉസ്നെ ദേഖ, അവൻ കണ്ടു. ഉസ്നെ എന്ന് വെച്ചാൽ അവൻ. അപ്പോൾ അത് മലയാളത്തിൽ അങ്ങനെ എഴുതുമ്പോൾ അത് എങ്ങനെ പറയുക? ഉസ്നെ ദേഖ, ഉസ്നെ ദേഖ, അവൻ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടു എന്നുള്ളതിന് മേനെ ദേഖ, അവൻ കണ്ടു എന്നുള്ളതിന് ഉസ്നെ ദേഖ. വേണം എന്നുള്ളതിന് ചാഹിയെ, വേണ്ട എന്നുള്ളതിന് നഹീം ചാഹിയെ, നഹീം ചാഹിയെ. ഈ മലയാളം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരിടത്ത് പോകണ്ട എന്നുള്ളതിന് നഹീം ജാന ചാഹിയെ, അവിടെ പോകാൻ പാടില്ലായിരുന്നു. നഹീം ജാന ചാഹിയെ. അപ്പോൾ ഞാൻ ഒരിടത്ത് പോവും, അതെങ്ങനെയാണ് പറയുക? ഞാൻ പോകും. ഞാൻ പോകും എന്നുള്ളത് എങ്ങനെയാണ് ഹിന്ദി പറയുക? ഞാൻ ഉള്ളതിൻ്റെ വാക്കിൻ്റെ ഇതാണ് മേം. മാ ഇട്ടിട്ട് മേലെ 2 ലൈൻ ഒരു ഡോട്ട്. മൈ. പോകും എന്നുള്ളതിന് ജാ ഊങ്ക, ജാ ഊങ്ക. നമ്മൾ ഇത് സ്വരാക്ഷരങ്ങൾ പഠിച്ച ലെറ്ററാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പോകും എന്നുള്ളതിന് മേം ഞാൻ, പോകും എന്നുള്ളതിന് ജാവുങ്ക, ഞാൻ പോകും. അത് ഇതിൻ്റെ ഈ ഹിന്ദി ലൈനിൻ്റെ മലയാളമാണ്. മേം ജാവുങ്ക, ഞാൻ പോകും. മേം ജാവുങ്ക, മേം ജാവുങ്ക, ഞാൻ പോകും. ഇതിപ്പോൾ മേം ജാവുങ്ക എന്നുള്ളത് ആണ് പറയുന്നതാണ്. അപ്പോൾ അതൊരു പെണ്ണ് പറയുമ്പോൾ മേം ജാവുങ്കി എന്നാവും. മേം ജാവുങ്കി. അപ്പം ഞാൻ പോകും എന്നുള്ളത് ഞാൻ പോകും ഉള്ളതൊരു പെണ്ണ് പറയുമ്പോൾ മേം എന്നുള്ളത് മാ എഴുതിയിട്ട് മേലെ 2 ലൈന് ഇവിടെ ഒരു ഡോട്ട്. അപ്പം മേം പോകും. പെണ്ണ് പറയുമ്പോൾ അത് ജാ ഗി, മേം ജാവുങ്കി, ഞാൻ പോകും.
മേം. അത് മലയാളത്തിൽ എഴുതുമ്പോൾ ജാഊംഗി. മേൻ ജാഊംഗി, ഞാൻ പോകും. ഒരാണ് പറയുമ്പോൾ മേൻ ജാഊംഗ. അതാണ് ഹിന്ദിയിലെ ഒരു പ്രത്യേകത. ഇത് ആണിനെ കാണിക്കുന്നത് ജാഊംഗ. മേം എന്നുള്ളത് ഞാൻ എന്നുള്ളത് ആണാണെങ്കിൽ മേൻ ജാഊംഗ. ഞാൻ എന്നുള്ളത് ഇവിടെ പെണ്ണാണെന്നുണ്ടെങ്കിൽ മേൻ ജാഊംഗി. അവരെല്ലാം പോകും എന്നുള്ള അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ഫോമാണ്. അപ്പോൾ പ്ലൂറൽ ഫോമിന് പറയുന്നതാണ് വേ. ജായേംഗെ. വേ ജായേംഗെ. എയുടെ മേലെ ഇങ്ങനെ ചന്ദ്രക്കലയിട്ടൊരു ഡോട്ട് കൊടുക്കണം. ഇവിടെ ഗായുടെ മേലെ ഒരു ലൈൻ കൊടുക്കണം. അപ്പോൾ ഗേ എന്നാവും. വേ ജായേംഗെ, അവർ പോകും. അവർ പോകും. വേ. വേ ജായേംഗെ അതാണ് മലയാളത്തിൽ ഇത് വായിക്കുമ്പോൾ വേ ജായേംഗെ. വേ ജായേംഗെ, അവർ പോകും. അപ്പോൾ ഒരു കാര്യം വേണം എന്ന് പറയാനായിട്ട് ചാഹിയേ. അത് മലയാളത്തിൽ ഇത് എഴുതിയിരിക്കുന്ന വായിച്ചാൽ മനസ്സിലാവും. ചാഹിയേ. വേണ്ടാന്ന് പറയുമ്പോൾ നെഹീം ചാഹിയേ. അത് വേണ്ട എന്നുള്ളതിന് നെഹീം എന്ന് കണ്ടാലേ ഉദ്ദേശിച്ചോണം. അത് ഒരു നെഗറ്റീവ് വേർഡാണ്. വേണ്ട, ആവശ്യമില്ല എന്ന് ഉദ്ദേശിക്കുന്നതിനുള്ള വാക്കാണ് നെഹീം ചാഹിയേ. പോകണ്ട, അവിടെ പോകണ്ട എന്ന് കാണിക്കുന്നതിന് നഹീം ജാന ചാഹിയേ. ഈ മലയാളം ലൈൻ വായിക്കുമ്പോഴേ മനസ്സിലാവും എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന്. അടുത്തത് ഞാൻ കണ്ടു. അപ്പോൾ അതെങ്ങനെ പറയുക? മേനെ ദേഖാ. മൈനെ ദേഖാ. ഖാ. ഈ ഖായ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഖാ. മേനെ ദേഖാ. അടുത്തത് അവൻ കണ്ടു. അവൻ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന് പറയുമ്പോൾ മേനെ, അവൻ എന്ന് പറയുമ്പോൾ അയാൾ എന്നുള്ളതാണ്. അത് ഉസ്നെ ദേഖാ. അവൻ കണ്ടു. ഉസ്നെ ദേഖാ. ഞാൻ ഒരിടത്ത് പോകും. ഞാൻ എന്ന് പറയുമ്പോൾ മൈൻ. मैं जाऊंगा. ഞാൻ പോകും. അതൊരു പെണ്ണ് പറയുമ്പോൾ मैं जाऊंगी. അവർ പോവും, അതായത് പ്ലൂറൽ ഫോമിൽ അവരെല്ലാം പോവും എന്ന് പറയാൻ വേ ജായേംഗെ. അവർ പോകും.